ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യന് കുറച്ച് ഓപ്ഷൻസും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. ആ ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ? ഒരു ജനറേറ്ററിൽ യൂസ് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. പിന്നെ വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പിന്നെ വരുന്ന ഓപ്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ വരുന്നത് ഓൾ ഓഫ് ദീസ്. ഇത് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. കാരണം ഒരു ജനറേറ്റർ പറയുന്നത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. അപ്പോൾ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ? ഡി സി ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഏത് ടൈപ്പ് ഇലക്ട്രിസിറ്റി ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ എ സി, പിന്നെ വരുന്നത് ഡി സി, പിന്നെ വരുന്നത് കറന്റ് അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്, പിന്നെ വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആർമേച്ചറിന്റെ അകത്ത് ആദ്യം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരൊറ്റ ഡയറക്ഷനിലായിരിക്കും. പിന്നെ അതൊരു ഹാഫ് ടേൺ എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് ഫ്ലോ ചെയ്യുക. അപ്പം ഇങ്ങനെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന് എ സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കറന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഡി സി ജനറേറ്ററിനകത്തുള്ള ആർമേച്ചർ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പറയുന്നത് ഓൾട്ടർനേറ്റീവ് കറന്റ് ആണ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. At what voltage is electricity generated in power stations in India? ഇന്ത്യയിലുള്ള പവർ സ്റ്റേഷൻസിൽ ഏത് വോൾട്ടേജിലായിരിക്കും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 11 കിലോ വോൾട്ട് ആണ്. പിന്നെ വരുന്നത് 11 വോൾട്ട്, പിന്നെ 110 വോൾട്ട്, പിന്നെ വരുന്നത് 230 വോൾട്ട്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 11 കിലോ വോൾട്ട് ആണ്. അതായത് ഇന്ത്യയിലുള്ള പവർ സ്റ്റേഷൻസിലൊക്കെ 11 കിലോ വോൾട്ടിലായിരിക്കും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക. 11 കിലോ വോൾട്ട് അല്ലെങ്കിൽ 11,000 വോൾട്ട്സിലായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ഫോർ ഹൗസ് ഹോൾഡ് യൂസ് ഇൻ അവർ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റിൽ ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് എത്ര വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആണ് സപ്ലൈ ചെയ്യുന്നത്? ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് 230 വോൾട്ട്, 230 കിലോ വോൾട്ട്, 11 കിലോ വോൾട്ട്, 11 വോൾട്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിലുള്ള എല്ലാ ഹോംസിനും ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് 230 വോൾട്ട് ആണ്. അപ്പോൾ ഈ 230 വോൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ആണ്. ഇത് നമ്മുടെ ലൈറ്റ്, ഫാന്, അതുപോലെ റെഫ്രിജറേറ്റർ, ടി വി പോലെയുള്ള എല്ലാ ഉപകരണങ്ങൾക്കും റൺ ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ മാഗ്നറ്റ് ഈസ് റാപ്പിഡ്ലി മൂവ്ഡ് ഇൻ ടു ദ കോയിൽ, വാട്ട് വിൽ യു ഒബ്സർവ് ഇൻ ദ ഗാൽവനോമീറ്റർ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഒരു കോയിലുണ്ട്, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് ഉണ്ട്, പിന്നെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് വന്നിട്ട് കോയിലിലൂടെ റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു മാഗ്നറ്റ് കോയിലിലൂടെ റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്ററിനകത്തുള്ള നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം ഇതെന്താ ഷോ ചെയ്യുന്നു വെച്ചാൽ ആ കോയിലിനകത്തോട്ട് കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ്. അതായത് ഒരു മൂവിങ് മാഗ്നറ്റ് വന്നിട്ട് കോയിലിനകത്തൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് വരുത്തും. നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കോയിലിനകത്ത് ഇലക്ട്രിക് കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്
ഈ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് വന്നിട്ട് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്തിട്ട് അതിനകത്തുള്ള നീഡിലിനെ ഡിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദി കറന്റ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ മാഗ്നറ്റ് ഈസ് റാപ്പിഡ്ലി മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ഇൻസൈഡ് ദ കോയിൽ? അപ്പൊ ഈ ഒരു കോയിലിനകത്ത് മാഗ്നറ്റ് റാപ്പിഡ് ആയിട്ട് അപ്പും ഡൗണും ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന കറന്റിന്റെ നേച്ചർ എന്തായിരിക്കും എന്നാണ്. അപ്പൊ ഒരു കോയിലിന്റെ അകത്ത് മാഗ്നറ്റിന് റാപ്പിഡ് ആയിട്ട് അപ്പും ഡൗണും ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കറന്റിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. അതായത് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് കറന്റിന്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ആവുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കറന്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതിനാൽ അവിടെ കിട്ടുന്ന കറന്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആയിരിക്കും. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ വേസ് ടു ഇൻക്രീസ് ദ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ? കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറന്റ് ഇൻക്രീസ് ചെയ്യാനുള്ള വേസ് ഏതൊക്കെയാണ്? അപ്പൊ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറന്റ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് കുറെ അധികം വേസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വേ എന്ന് പറയുന്നത് മാഗ്നറ്റ് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുക എന്നാണ്. അതായത് ഈ ഒരു ഫാസ്റ്റർ മൂവ്മെന്റ് വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുമൂലം നമുക്കൊരു സ്ട്രോങ് കറന്റ് അവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് യൂസ് സ്ട്രോങ്ങർ മാഗ്നറ്റ് എന്നാണ്. അതായത് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ട് മാഗ്നറ്റിക് ഫ്ലക്സിൽ വളരെയധികം ചേഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ കൂടുതൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ വേ എന്ന് പറയുന്നത് നമ്മുടെ കോയിലിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാന്നാണ്. അപ്പൊ കൂടുതൽ ടേൺസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ കൂടുതൽ വയർ വന്നിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. അതുപോലെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കറന്റ് അവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ബൈ വാട്ട് നെയിം ഈസ് ദിസ് ഫിനോമിന നോൺ ആസ്? ഈ ഒരു ഫിനോമിന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ ഈ ഒരു ഫിനോമിന എന്ന് പറയുന്നത് എലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർക്യൂട്ടിനകത്ത് ഒരു EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനയാണ് എലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ എലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMFനെയാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതോടൊപ്പം ആ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കറന്റിനെയാണ് ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: ക്ലാസിഫൈ ദ ഫോളോയിങ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ AC ആൻഡ് ദാറ്റ് ഓൺ DC. അപ്പോൾ താഴെ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവ ഏതൊക്കെയാണ് AC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് DC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് ടോർച്ചാണ്, പിന്നെ ഗ്രൈൻഡർ, മൈക്രോവേവ് ഓവൻ, എമർജൻസി ലാമ്പ്, കാൽക്കുലേറ്റർ. അപ്പൊ ഇവയിൽ ഏതാണ് AC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതാണ് DC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഒരു ടേബിൾ രൂപത്തിലാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, AC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ DC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അപ്പൊ തന്നിരിക്കുന്ന ലിസ്റ്റിൽ DC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ടോർച്ച്, എമർജൻസി ലാമ്പ്, കാൽക്കുലേറ്റർ ആണ്. അതേസമയം AC-യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗ്രൈൻഡറും മൈക്രോവേവ് ഓവനും ആണ്. ക്വസ്റ്റ്യൻ: ഒബ്സർവ് ദ ഫിഗർ. താഴെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒബ്സർവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലത്തെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഡിവൈസ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ? ഈ ഒരു ഫിഗറിൽ കാണിക്കുന്ന ഡിവൈസ് ഏതാണ്? അപ്പൊ നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന ഡിവൈസ് എന്ന് പറയുന്നത് AC ജനറേറ്റർ ആണ്. അപ്പൊ AC ജനറേറ്റർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനാണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പാർട്സ് മാർക്ക്ഡ് XY ആൻഡ് Z. ഇപ്പൊ നമ്മുടെ ഫിഗറിനകത്ത് XYZ പറഞ്ഞിട്ട് 3 പാർട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫിഗർ എടുക്കാം. അപ്പൊ ഫിഗറിനകത്ത് X എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ് ആണ്, Y എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്, Z എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ്സ് ആണ്. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് കറന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? എക്സ്റ്റേണൽ സർക്യൂട്ടിനകത്ത് ഏത് ടൈപ്പ് കറന്റ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക? അപ്പൊ എക്സ്റ്റേണൽ കറന്റ് സർക്യൂട്ടിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. കാരണം
ഒരു എ സി ജനറേറ്ററിൽ വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് കറന്റ് ഡയറക്ഷൻ അവിടെ ചേഞ്ച് വരും. അതായത് ഓരോ ഹാഫ് റൊട്ടേഷനിലും അതിൻ്റെ ഉള്ള ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. അപ്പൊ ഇത് വന്നിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള കറന്റിനകത്തും ചേഞ്ചസ് വരുത്തും. അപ്പൊ ഇങ്ങനെ കറന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണെന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പൊ എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആ ഒരു കണ്ടക്ടറിനകത്ത് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു ഫിനോമിനയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What are the problems faced while transmitting electricity over long distances using conducting wires? How can these problems be solved? കണ്ടക്ടിങ് വയേഴ്സ് യൂസ് ചെയ്തിട്ട് ലോങ് ഡിസ്റ്റൻസിലോട്ട് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഈ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പൊ കണ്ടക്ടിങ് വയേഴ്സ് യൂസ് ചെയ്തിട്ട് ലോങ് ഡിസ്റ്റൻസിലോട്ട് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ വയറിലുള്ള എനർജി ലോസ് ആണ്. ഇത് ഹീറ്റിന്റെ ഫോമിലായിരിക്കും ലോസ് ആവുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് വയേഴ്സിന്റെ റെസിസ്റ്റൻസ് മൂലമാണ്. അപ്പൊ ഇതിനെ പവർ ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പവർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്മിഷന് മുമ്പ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റീനെ ഹൈ വോൾട്ടേജിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് മൂലം കറന്റ് റെഡ്യൂസ് ആവുകയും വയേഴ്സിലുള്ള ഹീറ്റ് ലോസ് കുറയ്ക്കാനും പറ്റും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇലക്ട്രിസിറ്റി ഹോംസിലോട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വോൾട്ടേജിനെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് മറ്റൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് സേഫ് ലെവലിലോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഒബ്സർവ് ദ ഫിഗർ. അപ്പൊ താഴെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. അപ്പൊ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ലൈൻ ഈസ് ദ റെഡ് കളേർഡ് വയർ? അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന റെഡ് കളേർഡ് വയർ ഏത് ലൈനാണ്? അപ്പൊ ഈ റെഡ് കളേർഡ് വയർ എന്ന് പറയുന്നത് ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവ് വയർ ആണ്. അപ്പൊ ഈ ഒരു ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവ് വയർ എന്ന് പറയുന്നത് പവർ സ്റ്റേഷനിൽ നിന്നും ഹോംസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസിലോട്ട് കറന്റ് ക്യാരി ചെയ്യുന്ന വയറാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് വയറിംഗ് കളറിംഗ് കോഡ്സ് പ്രകാരം ഈ ഫേസ് അല്ലെങ്കിൽ ലൈവ് വയറിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് പാർട്ട് ഓഫ് ദ അപ്ലയൻസ് ഇസ് ദ ഗ്രീൻ കളേർഡ് വയർ കണക്റ്റഡ്? ഗ്രീൻ കളറിലുള്ള വയർ അപ്ലയൻസസിന്റെ ഏത് പാർട്ടിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഗ്രീൻ കളറുള്ള വയർ എന്ന് പറയുന്നത് എർത്ത് വയർ ആണ്. ഇത് അപ്ലയൻസിന്റെ മെറ്റൽ ബോഡിയിലോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു എർത്ത് വയർ നമ്മൾ ഗ്രൗണ്ട് വയർ എന്ന പേരിലും കൂടി അറിയാറുണ്ട്. അപ്പൊ ഇത് ഒരു സേഫ്റ്റി വയർ ആണ്. അതായത് ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ മെറ്റൽ ബോഡിയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള സേഫ്റ്റി വയർ ആണ് ഈ ഒരു എർത്ത് വയർ എന്ന് പറയുന്നത്. ഇത് നോർമലി കറന്റ് ഒന്നും ക്യാരി ചെയ്യില്ല. സിക്സ്ത് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കണക്ടിങ് എ 3-pin പ്ലഗ് ടു അപ്ലയൻസസ്? അപ്ലയൻസസിനൊക്കെ ഒരു 3-pin പ്ലഗ് കണക്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പൊ ഈ 3-pin പ്ലഗ് വന്നിട്ട് നമുക്ക് സേഫ്റ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു എർത്ത് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റി ഷോക്കിൽ നിന്നും 3-pin പ്ലഗ് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന് സേഫ് ആയിട്ടുള്ള കറന്റ് ഫ്ലോ ആണ് ഈ ഒരു 3-pin പ്ലഗ് എൻഷുർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സേഫ്റ്റി ആണ് 3-pin പ്ലഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: റൈറ്റ് ഡൗൺ എനി 4 പ്രിക്വേഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 പ്രിക്വേഷൻസ് എഴുതാം. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ആദ്യ പ്രിക്വേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ഇൻസുലേഷൻ വയേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാന്നാണ്. അപ്പൊ ഇത് നമുക്ക് ലൈവ് വയറുമായിട്ടുള്ള കോണ്ടാക്ട് പ്രിവെന്റ് ചെയ്യും. പിന്നെ വന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസസിലൊന്നും നനഞ്ഞ കൈ കൊണ്ട് ടച്ച് ചെയ്യാതിരിക്കുക എന്നാണ്. അതായത് വാട്ടർ വന്നിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പൊ നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ചോ അല്ലെങ്കിൽ അപ്ലയൻസസ് ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഷോക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത്
എർത്ത് കണക്ഷൻ യൂസ് ചെയ്യാനാണ്. അതായത് നമ്മുടെ എല്ലാ മെറ്റാലിക് പാർട്സിനെയും എർത്ത് അപ്ലയൻസസിലുള്ള എല്ലാ മെറ്റാലിക് പാർട്സിനെയും എർത്ത് വയറായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് വന്നിട്ട് എക്സസ് കറണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ സേഫായിട്ട് ഗ്രൗണ്ടിലോട്ട് അത് ക്യാരി ചെയ്യും. പിന്നെ വരുന്നത് നമ്മുടെ ELCB അല്ലെങ്കിൽ ഫ്യൂസ് പോലെയുള്ള സേഫ്റ്റി ഡിവൈസസ് യൂസ് ചെയ്യാനാണ്. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. അപ്പോൾ ഈ രണ്ടും ELCBയും ഫ്യൂസും വന്നിട്ട് സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യും. എപ്പോൾ കറണ്ട് എക്സസ് ആവുകയോ അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവുന്ന സമയത്ത് ഈ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ELCBയും ഫ്യൂസും ഡിസ്കണക്ട് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിക് ഷോക്ക് പ്രിവെന്റ് ചെയ്യും. Question. A transformer has 600 turns in its primary and 1800 turns in its secondary. 450 volt is obtained across its secondary. Then, അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന്റെ പ്രൈമറിയിൽ 600 ടേൺസും അതുപോലെ സെക്കൻഡറിയിൽ 1800 ടേൺസും ഉണ്ട്. അപ്പോൾ സെക്കൻഡറിയിൽ അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 450 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പ്രൈമറിയിൽ 600 ടേൺസും സെക്കൻഡറിയിൽ 1800 ടേൺസും ആണ്. അപ്പോൾ സെക്കൻഡറിയിലുള്ള ടേൺസ് പ്രൈമറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. Subscribe to this channel for more videos like this. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് സപ്ലൈഡ് അക്രോസ് ദ പ്രൈമറി? പ്രൈമറിയിലൂടെ സപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡറിയിൽ ഉള്ള ടേൺസ് പറയുന്നത് 1800, അതുപോലെ പ്രൈമറിയിലുള്ള ടേൺസ് 600, പിന്നെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് 450. നമുക്ക് പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് VS, VP, NS, NP വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ VS/VP = NS/NP വന്നിട്ട് എഴുതാം. ഇപ്പൊ VS അറിയാം 1800, VP അറിയാം 600, അതുപോലെ NS പറയുന്നത് 450, NP നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 1800 / 600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ആണ് കിട്ടുക. അപ്പോൾ 3 = 450/NP കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് NP കണ്ടുപിടിക്കാൻ പറ്റും. അതായത് NP = 450 / 3. അപ്പോൾ 450നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 150 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമറിയിലൂടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 550 വോൾട്ട് ആണ്. Question. When 0.1 ampere current is supplied to the primary of a transformer, 1 ampere current is obtained in the secondary. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈമറിയിൽ വന്നിട്ട് 0.1 ആംപിയർ കറന്റ് ആണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേസമയം സെക്കൻഡറിയിൽ വന്നിട്ട് 1 ആംപിയർ കറന്റ് ആണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സബ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറിയിൽ കറന്റ് എന്ന് പറയുന്നത് 1 ആംപിയറും പ്രൈമറിയിലത്തെ കറന്റ് എന്ന് പറയുന്നത് 0.1 ആംപിയർ ആണ്. അപ്പോൾ സെക്കൻഡറിയിലുള്ള കറന്റ് വന്നിട്ട് പ്രൈമറിയിലുള്ള കറന്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണത്. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. If 1000 volt is supplied across the primary of this transformer, what will be its power? അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലൂടെ 1000 വോൾട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പവർ എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പ്രൈമറിന്റെ വോൾട്ടേജ് പറയുന്നത് 1000 വോൾട്ട്, അതുപോലെ പ്രൈമറിന്റെ കറന്റ് എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ ഈ പ്രൈമറിന്റെ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അറിയാം 1000, കറന്റും അറിയാം 0.1. അപ്പോൾ 1000 × 0.1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 വാട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രൈമറിയിലൂടെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈമറിന്റെ പവർ എന്ന് പറയുന്നത് 100 വാട്ട് ആണ്. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ പവർ ഇൻ ദ സെക്കൻഡറി? സെക്കൻഡറിയിലുള്ള പവർ എന്തായിരിക്കും? ഒരു ട്രാൻസ്ഫോമറിനകത്ത് പവർ ലോസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഐഡിയൽ ട്രാൻസ്ഫോമർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രൈമറിയിലുള്ള പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലും ഉണ്ടാവുക. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം പ്രൈമറിയിലുള്ള പവർ എന്താണ്? 100 വാട്ട്. നമ്മൾ മുമ്പത്തെ സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ സെക്കൻഡറിയിലുള്ള പവറും എന്തായിരിക്കും? 100 വാട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ സെക്കൻഡറി? സെക്കൻഡറിയിലൂടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡറിന്റെ പവർ 100 വാട്ട്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അതുപോലെ തന്നെ സെക്കൻഡറിയിലുള്ള കറന്റ് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്.
അപ്പോൾ ഇത് വെച്ച് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അത് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറിയിലത്തെ പവർ ഡിവൈഡഡ് ബൈ സെക്കൻഡറിയിലത്തെ കറണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറയുന്നത് 100 വാട്ട് ആണ്, അതുപോലെ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. അപ്പോൾ 100 ഡിവൈഡ് ബൈ 1 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 100 വോൾട്ട് ആണ്. അപ്പോൾ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ്. Question: In a household electric circuit, to which device does the line coming from the electric pole reach first? ഒരു ഹൗസ്ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ഇലക്ട്രിക് പോളിൽ നിന്നും വരുന്ന ലൈന് ആദ്യം ഏത് ഡിവൈസിലോട്ടാണ് റീച്ച് ചെയ്യുന്നത്? ഇപ്പൊ ഇലക്ട്രിക് പോളിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ലൈന് ഹൗസിലോട്ട് കറന്റ് ആണ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യം പാസ് ചെയ്യുന്നത് വാട്ട് അവർ മീറ്ററിലൂടെയാണ്. വാട്ട് അവർ മീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹൗസ് ഹോൾഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് എനർജി മെഷർ ചെയ്യാനാണ്. പിന്നീട് ഇത് പാസ് ചെയ്യുന്നത്, അതായത് എനർജി മീറ്ററിൽ നിന്നും ഇത് വന്നിട്ട് മെയിൻ സ്വിച്ചിലോട്ടാണ് കറണ്ട് പാസ് ആവുന്നത്. ഇപ്പൊ മെയിൻ സ്വിച്ച് പറയുന്നത് ELCB അല്ലെങ്കിൽ MCB ആവാം. അപ്പൊ ഈ ഒരു മെയിൻ സ്വിച്ച് വന്നിട്ട് ഹൗസിലുള്ള ഡിഫറെന്റ് സർക്യൂട്ട്സിലുള്ള സപ്ലൈ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് ദി മെയിൻ സ്വിച്ച്? മെയിൻ സ്വിച്ചിന്റെ കീ ഫീച്ചർ എന്താണ്? ഇലക്ട്രിക് പോളിൽ നിന്നും ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ എത്തുന്ന ഫേസ് ലൈനെയും ന്യൂട്രൽ ലൈനെയും കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മെയിൻ സ്വിച്ച്. ഇപ്പൊ മെയിൻ സ്വിച്ച് വന്നിട്ട് നമ്മുടെ മെയിൻ ഫ്യൂസിന്റെ അടുത്ത് തന്നെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്വിച്ച് ആയിട്ടായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ELCB ഇൻ എ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്? ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ടിൽ ELCBന്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ ELCBന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അതായത് ഇൻസുലേഷൻ ഫെയിലിയർ മൂലമോ അല്ലെങ്കിൽ മറ്റു കാരണത്താൽ നമ്മുടെ വീട്ടിനകത്ത് കറന്റ് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ELCB വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യും. അപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ഡിവൈസ് ആയിട്ടോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആളെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ഒറ്റ ELCB ധാരാളമായിരിക്കും. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.